ഇന്നലെ രാത്രി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെ പല നഗരങ്ങളിലും ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായി. പൂഞ്ച് അടക്കമുള്ള അതിർത്തി മേഖലയിൽ കരസേനയും പാക് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടി. ഉറിയിൽ ഇപ്പോൾ ഷെല്ലാക്രമണം നടക്കുന്നു എന്ന വാർത്തകൾ കൂടി ബൽറാം നെടുങ്ങാടി പങ്കുവച്ചു. അതിർത്തിയിലെ പല ഗ്രാമങ്ങളും അശാന്തമാണ് എന്നത് യാഥാർത്ഥ്യം. എന്നാൽ നമ്മുടെ സൈനിക കവചം നമ്മുടെ സൈനികർ തീർത്തു കഴിഞ്ഞു. നമ്മുടെ പൗരന്മാരെയും നമ്മുടെ നാടും നഗരവും നാട്ടാരെയും സംരക്ഷിക്കാനുള്ള എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും ഇന്ത്യ ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാൻ ഒരു ആൾ ഔട്ട് വാറിന് തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയോട് ഇത്തരമൊരു അഡ്വഞ്ചറിസം കാണിക്കാൻ ഇറങ്ങിത്തിരിച്ചത് എന്ന് ഇന്നലെ രാത്രി കൊണ്ട് അവർക്ക് മനസ്സിലായി. ഇന്ത്യയുടെ നഗരങ്ങളിലേക്ക് ആക്രമിച്ചു കയറാനുള്ള പാകിസ്ഥാൻ്റെ നീക്കത്തെയാണ് ഭാരതം തകർത്ത് കഴിഞ്ഞത്. ഇന്ത്യൻ സേന കരുത്തോടെ തിരിച്ചടിച്ചതോടെ പാകിസ്ഥാൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് 20 കിലോമീറ്റർ അപ്പുറം വരെ സ്ഫോടനം നടന്നു എന്നുള്ളത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വേറെ ഏതോ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ആഭ്യന്തര കലാപത്തിലേക്ക് വഴി നീങ്ങുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഒരുപക്ഷെ ഇമ്രാൻഖാനെ പോലെ പാകിസ്ഥാൻ ജയിലിലുള്ള നേതാക്കന്മാരെല്ലാം അവസരം മുതലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി പാകിസ്ഥാനിലുടനീളം കലാപം ഉണ്ടാക്കാനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്കിപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് മറ്റെന്തെങ്കിലും കിട്ടിയോ? ഇന്നലെ രാത്രിയിലെ ഇന്ത്യയുടെ കനത്ത പ്രഹരത്തിന് അതിനുശേഷം പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ ഒരു 4:30ക്കും 5:30ക്കും ഇടയിൽ വീണ്ടും ചില ഡ്രോൺ ആക്രമണത്തിന് പല നഗരങ്ങളിലും അതിർത്തിയോട് ചേർന്ന പല നഗരങ്ങളിലും ശ്രമിച്ചു എന്ന വിവരം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വിജയകരമായി തന്നെ നമുക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ത്യ ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാന്റെ ഈ പറയുന്ന അഗ്രഷന് മറുപടിയായി ലാഹോറിൽ നടത്തിയ കനത്ത ആക്രമണത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാഹോർ നഗരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക നഗരങ്ങളും ആക്രമിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഇന്ത്യക്ക് കയറാൻ കഴിയും എന്ന് തെളിയിക്കാൻ അതായിരുന്നു ഇന്ത്യ ഇന്നലെ രാത്രിയിൽ ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് സിവിലിയൻ മേഖലകൾ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടേ ഇല്ല എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ലാഹോറിൽ ഇന്ത്യ കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട്. കര, നാവിക, വ്യോമസേനകൾ ഒരേ സമയം പാകിസ്ഥാന്റെ ഏതു തരം നീക്കത്തിനും മറുപടി നൽകാൻ തക്ക നിലയിലാണ് ഇപ്പോൾ എല്ലാ പൊസിഷനിലും ഉള്ളത് എന്നത് ഇന്ത്യക്ക് അനുകൂല ഘടകമാണ്. ഒരു കാര്യമുള്ളത്, ഇന്ത്യ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിച്ചു. ഇസ്ലാമാബാദിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി, കറാച്ചിയിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇത്രയും മാരകമായ തോതിൽ പാകിസ്ഥാന് പ്രഹരം ഏൽപ്പിച്ചിട്ടും അവർക്ക് ഇന്ത്യക്കകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കടുത്ത ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പാകിസ്ഥാന്റെ ഒരു അവർ എത്തിപ്പെട്ടിരിക്കുന്ന അപകടത്തിന്റെ ആഴം കൂട്ടുന്നുണ്ട്. ഡ്രോൺ ആക്രമണം നടത്താനുള്ള വിഫല ശ്രമം മാത്രമാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടായത്. അവരുടെ എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ 5 or 6 എണ്ണം തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ അവരുടെ F-16 അടക്കം തകർന്നിട്ടുണ്ട്. അതിൻ്റെ 2 പൈലറ്റുമാരെ നമുക്ക് ജീവനോടെ ഇന്ത്യൻ കസ്റ്റഡിയിലുണ്ട്. അത് ഇന്ത്യൻ ഏജൻസികൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന 2 പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അഖ്നൂരിൽ നിന്ന് ഒരാളെ പിടിച്ചിട്ടുണ്ട്, ജയ്സൽമീറിൽ നിന്ന് ഒരാളെയും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഈ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ജമ്മുവിലെ സൈനിക താവളങ്ങൾ, പത്താൻകോട്ടിലെ സൈനിക താവളം, അതുപോലെ രാജസ്ഥാനിലെ ചില സൈനിക താവളങ്ങൾ, പ്രധാനപ്പെട്ട ചില എയർപോർട്ടുകൾ എന്നിവ ആക്രമിക്കുക, തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നലെ അത്തരമൊരു നീക്കത്തിന് മുതിർന്നത്. അതിലൊന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ല, അത് മുഴുവൻ ചെറുത്തു തോൽപ്പിക്കാനും കഴിഞ്ഞു. ശക്തമായ തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് കഴിഞ്ഞു. തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാകിസ്ഥാനിലെ ഏത് നഗരത്തിലേക്കും മിസൈൽ തൊടുക്കാവുന്ന നിലയിലേക്ക് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം ദുർബലമാവുകയും ചെയ്തു. അവരുടെ പുകൾപ്പെട്ട HQ-9 എന്ന വ്യോമ പ്രതിരോധം ലാഹോറിൽ അത് നേരത്തെ തന്നെ ഇന്ത്യ തകർത്തതാണ്. അതിനുശേഷം ലാഹോറിലേക്ക് ഫ്രീ ആയി പറന്ന് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് പറ്റുമായിരുന്നു. പക്ഷെ അപ്പോഴും ഇന്ത്യ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താക്കൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടേത് 2-3 തരത്തിലാണ് ഇപ്പോഴും ഇന്ത്യ നീക്കം നടത്തുന്നത്. ഒന്ന്, IMF-നോട് ഇന്ത്യ പറയുന്നു പാകിസ്ഥാന് ബെയിലൗട്ട് നൽകാൻ പാടില്ല, അവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ പാടില്ല. ഇന്ന് IMF-ന്റെ നിർണായക യോഗം നടക്കുകയാണ്. അപ്പോഴും ഇന്ത്യയുടെ നയതന്ത്ര വഴിയിലൂടെയുള്ള അത്തരം നീക്കങ്ങൾ തുടരുകയാണ്. പാകിസ്ഥാന് എന്തെങ്കിലും സഹായം നൽകുന്നത് അവർ യുദ്ധത്തിലും ഈ പറയുന്ന സമാധാന കാലത്തും യുദ്ധകാലത്തും ഒക്കെ ഭീകരവാദികളെ സഹായിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിക്കും. അതുകൊണ്ട് അത് നൽകരുത് എന്ന കടുത്ത ഭാഷയിൽ ഇന്ത്യ IMF-നോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്.
അതുകൂടാതെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപാകെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും ഒടുവിൽ വന്ന നിലപാട് ഇന്ത്യയോട് ആയുധങ്ങൾ താഴെ വയ്ക്കാൻ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടം അതിന് നേരത്തെ തന്നെ അമേരിക്ക പിന്തുണച്ചിട്ടുള്ളതാണെന്ന് US വൈസ് പ്രസിഡന്റ് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തുടങ്ങിവെച്ചത് പാകിസ്ഥാനാണ്, തുടക്കം കുറിച്ചത് പാകിസ്ഥാനാണ്. അതിനുശേഷം 15 ദിവസം ഇന്ത്യ പാകിസ്ഥാന് ഈ നടപടികളിൽ നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ഇതിലെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നവരെ പിന്തുണയ്ക്കുന്നവരെ നിയമപരമായി കൈകാര്യം ചെയ്യുക, അതിനുവേണ്ടി ഒരു 15 ദിവസം പാകിസ്ഥാന് നൽകിയതാണ്. പക്ഷേ ഒരിഞ്ച് അവർ മുന്നോട്ട് പോയില്ല എന്ന് തന്നെയല്ല, അത്തരം ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിലെ സിവിലിയൻ മേഖലകൾ ഒഴികെ ചില ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചത്. അതിന് തുടർച്ചയെന്ന വണ്ണം ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക, സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. ഇപ്പോഴും നമ്മൾ സിവിലിയൻ മേഖലകൾ ആക്രമിച്ചിട്ടില്ല, സൈനിക കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടില്ല. പാകിസ്ഥാന്റെ ആക്രമണത്തിന് അവർ നടത്തുന്ന നീക്കങ്ങൾക്ക് ഇന്ത്യ പ്രതിരോധിക്കുകയും അതിനെ ചെറുക്കുകയുമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊരു വാറാക്കി മാറ്റാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതേയില്ല. അത് ഇന്ത്യയുടെ പ്രതികരണങ്ങളിലുണ്ട്, ഇന്ത്യയുടെ പക്വമായ നിലപാടിലുണ്ട്. ഇന്ത്യ ഒരു വളരെ റെസ്പോൺസിബിൾ പവറാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോഴും പ്രകടവുമാണ്. SK.